ഞങ്ങളുടെ മാരേജ് അറേഞ്ച്ഡ് മാരേജാ. ഇരു വീട്ടുകാരുടെ സമ്മതത്തോടെ അല്ല രാജു? വെരി ഗുഡ്. അങ്ങനെ തന്നെ വേണം. അല്ലാതെ തന്തയും തള്ളയും ചതിച്ചിട്ടല്ല കല്യാണം നടത്തേണ്ടത്. നിങ്ങളെ നല്ല കുട്ടികളാ. അതെ ചാക്കോ മാത്യൂസേ, സർ. കുട്ടികൾക്ക് വേഗം റൂം കൊടുക്ക്. ശരി സർ. എന്താ തണുപ്പല്ലേ? പുറത്ത് കോടമഞ്ഞ് വീണിട്ടുണ്ട്. ഫോറസ്റ്റ് ഏരിയ അല്ലേ? ഇവിടെ ആനിമൽസ് ഉണ്ടോ? എലിഫന്റ്, ടൈഗർ? എല്ലാം കാണും. കരടിയും കടുവയും കാട്ടുപോത്തും ഒക്കെ. എന്താ മാഡത്തിന് പേടിയുണ്ടോ? പേടിയോ? എനിക്കോ? രാജു കൂടെ ഉള്ളപ്പോഴോ? രാജു കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് ഈ ലോകത്തിൽ ഒന്നിനും പേടിയില്ല. മാഡത്തിന്റെ ബോഡി ഗാർഡ് ആവാനല്ലേ രാജുവിനെ ഈ ഭൂമിയിൽ ദൈവം സൃഷ്ടിച്ച? അല്ല, ഒരു കാര്യം ഞാൻ ചോദിക്കാൻ കാത്തിരിക്കായിരുന്നു. എന്താ രാജു? ഇത്ര പെട്ടെന്ന് ആ താലിമാല എവിടുന്ന് വന്നു? ഓ, അതാണോ? എന്റെ കഴുത്തിൽ കിടന്ന താലിമാലയില്ലേ, ആ താലിമാല തന്നെ ഇത്. കഴിഞ്ഞു പോയ ഒരു സ്വപ്നം. രാജു എന്നെ കല്യാണം കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞ ആ ദിവസം തന്നെ ഞാൻ ആ താലിമാല ഊരി. പക്ഷെ താലി ഞാൻ എപ്പോഴും സൂക്ഷിച്ചു വെക്കും. കയ്യില് മാത്രമല്ല, മനസ്സിലും. മാഡം ഇങ്ങനെ ഇമോഷണൽ ആവണ്ട. മാഡത്തിന്റെ കണ്ണ് നിറഞ്ഞ എന്റെ ഉള്ളം പിടയും. മാഡം എന്തായാലും ആ താലി സൂക്ഷിച്ചു വെച്ചത് നന്നായി. തൽക്കാലം നമ്മളെ രക്ഷപ്പെട്ടില്ലേ? ആ, നമുക്കെന്തായാലും ഫുഡ് കഴിച്ചിട്ട് മടങ്ങാല്ലേ? അല്ല, രാത്രി ഈ കാട്ടിൽ നിന്ന് എങ്ങനെ പോവും? വഴിയില് കാട്ടുപോത്തും കരടിയൊക്കെ ഉണ്ടാവില്ലേ? പിന്നെ മാഡം പറഞ്ഞതോ രാജു കൂടെ ഉണ്ടെങ്കിൽ ഒന്നിനും പേടിയില്ലെന്ന്. അതൊക്കെ ശരിയാ. പക്ഷെ കടുവയ്ക്കും കാട്ടുപോത്തിനൊന്നും രാജുവിന് പരിചയമില്ലല്ലോ. ഇനി അവരെ എന്നെ പരിചയപ്പെടുത്താന്ന് വിചാരിച്ച ഈ പറഞ്ഞമാർക്ക് ആർക്കും വിവരവും വിദ്യാഭ്യാസവും ഇല്ല. പിന്നെന്തീ കൊടുങ്കാട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താ ഒരു വഴി? ഞാൻ അച്ഛനൊന്ന് വിളിക്കട്ടെ. ഹലോ. ആ അച്ഛാ പറയടാ, നീ എവിടെയാ? അച്ഛാ, ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പിന്നെ പറയാം. ഞാനും മാഡം കൂടി മറ്റൊരു കാര്യത്തിനായിട്ട് ഇവിടെ വന്നത്. എവിടെ? മയിലാടുംപാറ അരുവിക്കാട് ഫോറസ്റ്റില്. പൊന്നിലക്ക, രാത്രിയില് ആ വഴിയില് യാത്ര ചെയ്യല്ലേ? അകലേ നോവിനാലേ